വെൽക്കം ടു ഹിന്ദി എജ്യുലേൻ. ഹിന്ദി എജ്യുലേനിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 6th സ്റ്റാൻഡേർഡിൻ്റെ 5ാമത്തെ യൂണിറ്റിലെ കവിതയാണ്. യൂണിറ്റിൻ്റെ തുടക്കത്തിൽ നമുക്കൊരു ചിത്രം കാണാം. എന്താണ് ആ ചിത്രത്തിലുള്ളത്? മരത്തിനും പക്ഷികൾക്കും പൂക്കൾക്കും എല്ലാം സന്തോഷം നിറഞ്ഞ ഒരു ചിത്രം നമുക്കിവിടെ കാണാം. ധർത്തി മുച്ചെ ഗോതുമേ ലേക്കർ മൗസം മൗസം ഗുമാത്തി ഹേ. എന്താ പറയുന്നത്? ഭൂമി എന്നെ ഗോതുമേ ലേക്കർ മടിയിലിരുത്തിയിട്ട് ഋതുക്കൾ തോറും കറക്കുന്നു. അപ്പോൾ ഇവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട് അല്ലേ? ധർത്തി കിൻ കിൻകോ അപ്പിനി ഗോതുമേ ലേത്തി ഹേ. ഭൂമി എന്തിനെയൊക്കെയാണ് തൻ്റെ മടിയിലിരുത്തിയിരിക്കുന്നത് അല്ലേ? ഭൂമി എന്തിനെയൊക്കെയാണ് സംരക്ഷിക്കുന്നത്? സർവ്വ ജീവജാലങ്ങളെയും ഭൂമിയാണ് സംരക്ഷിക്കുന്നത്. കവിതാഭാഗത്തിലേക്ക് പോയി നോക്കാം. ജമീൻ കോ ജാദു ആത്താ ഹേ. ഗുൽസാർ. ഈ കവിത എഴുതിയിരിക്കുന്നത് ഗുൽസാർ എന്ന് പറയുന്ന കവിയാണ്. ജമീൻ കോ ജാദു ആത്താ ഹേ. എന്താണ് ജമീൻ? ഭൂമിയാണ്. ഭൂമിക്ക് ജാദു ആത്താ ഹേ, മായാജാലം അറിയാം. ഭൂമിക്കും മായാജാലം അറിയുന്നു എന്നാണ്. എന്താണ് ഭൂമിയിൽ നടക്കുന്ന മായാജാലങ്ങൾ? നമുക്ക് നോക്കാം ഗുൽസാർ എന്തൊക്കെയാണ് ഈ കവിതയിലൂടെ ഭൂമിയിൽ നടക്കുന്ന മായാജാലങ്ങൾ എന്ന് പറഞ്ഞത് എന്ന്. മണ്ണിൻ്റെ മഹത്വമാണ് കവി ഈ കവിതയിലൂടെ വർണ്ണിക്കുന്നത്. യേ മേരെ ഭാഗ് കി മിട്ടി കോ കുച്ച് തോ ഹേ. യേ ജാദുയി ജമീൻ ഹേ ക്യാ. ജമീൻ കോ ജാദു ആത്താ ഹേ. എന്താ പറഞ്ഞത്? യേ മേരെ ഭാഗ് കി മിട്ടി കോ കുച്ച് തോ ഹേ. ഈ എൻ്റെ തോട്ടത്തിലെ മണ്ണിനും കുച്ച് തോ ഹേ, എന്തൊക്കെയോ ഉണ്ട്. അപ്പം എന്താ പറഞ്ഞത്? എൻ്റെ ഭാഗ് തോട്ടം, ഫലവൃക്ഷത്തോട്ടമാണ്. ആ തോട്ടത്തിലെ മണ്ണ്, മിട്ടി, മണ്ണിന് കുച്ച് തോ ഹേ, എന്തൊക്കെയോ ഉണ്ട്. യേ ജാദുയി ജമീൻ ഹേ ക്യാ. ഈ മായാജാലം, ജാദുയി എന്ന് പറഞ്ഞാൽ മായാജാലം, ജമീൻ ഹേ മണ്ണിലുണ്ട്. ക്യാ എന്താ? അപ്പം എന്താ? ഭൂമിക്ക് മായാജാലം ഉണ്ടോ എന്നാ കവി ചോദിക്കുന്നത്. എന്നിട്ട് കവി പറയാ ജമീൻ കോ ജാദു ആത്താ ഹേ. തീർച്ചയായും മണ്ണിന് മാജിക്കുണ്ട്, മണ്ണിന് മായാജാലം അറിയാം. അടുത്ത വരിയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് എങ്ങനെയാണ് മാജിക് ഉണ്ടെന്ന് പറയുന്നത്. അഗർ ഒരു പക്ഷേ അമ്രൂദ് ബീജുമേം, ഞാൻ അമ്രൂദ് പേരയ്ക്ക, പേരയ്ക്കയുടെ ബീജു വിത്ത് മേം ഞാൻ നിക്ഷേപിച്ചു അല്ലെങ്കിൽ മണ്ണിലേക്കിട്ടു. തോ അപ്പോ ഏ അമ്രൂദ് ദേത്തി ഹേ, എനിക്ക് തിരികെ എന്ത് തരുന്നു? പേരക്ക തിരികെ തരുന്നു ഈ മണ്ണ് അല്ലേ? നമുക്കറിയാം, നമ്മൾ പേരയ്ക്ക കുരു നട്ട് കഴിഞ്ഞ് തൈ ഉണ്ടായി അതിൽ പേരക്ക ഉണ്ടായി വരികയാണല്ലേ. അത് മണ്ണിൻ്റെ മാജിക്കാണ്. അഗർ ഒരു പക്ഷേ ജാമൂൻ കി കുടിലിടാലും, ജാമൂന് ഞാവലാണ് കേട്ടോ, ഞാവൽ പഴത്തിൻ്റെ ഗുഡിലി വിത്താണ് ഞാൻ ഡാലു മണ്ണിലിടുന്നത് എങ്കിൽ, തോ അപ്പോൾ മണ്ണ് എന്ത് നൽകുന്നു? ജാമൂൻ ദേത്തി ഹേ, എനിക്ക് തിരികെ ഞാവൽ പഴം തരുന്നു. കരേല തോ കരേല, ഞാൻ പാവയ്ക്കയാണ് നടുന്നതെങ്കിൽ, കരേല എന്ന് പറഞ്ഞാൽ പാവയ്ക്ക, പാവയ്ക്കയാണ് ഞാൻ നടുന്നതെങ്കിൽ കരേല എനിക്ക് പാവയ്ക്ക തിരിച്ചു തരുന്നു. നീമ്പു തോ നീമ്പു, നാരങ്ങയാണെങ്കിൽ നാരങ്ങ വിത്താണ് ഇട്ടതെങ്കിൽ നാരങ്ങ തിരികെ നൽകുന്നു. അപ്പോൾ കവി പറയാണ് നമ്മുടെ മണ്ണിന് എന്തോ മാജിക് ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇനി കവി പറയാം അഗർ ഒരു പക്ഷേ മേം ഫൂൽ മാങ്കു, ഞാനൊരു പൂവ് ആവശ്യപ്പെട്ടു. തോ എങ്കിൽ ഗുലാബി ഫൂൽ ദേത്തി, എനിക്ക് ഗുലാബി ഫൂല് തരുന്നു, റോസ് പൂവ് നൽകുന്നു, റോസാ ചെടിയുടെ പൂവ് നൽകുന്നുണ്ട് മണ്ണ്. മേ ജോ രംഗ് ദൂ, ഞാൻ ഏത് നിറമാണോ ആവശ്യപ്പെടുന്നത്, ഉസേ അത് വോ രംഗ് ദേത്തി ഹേ, ആ നിറം എനിക്ക് ഭൂമി നൽകുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് നിറത്തിലുള്ള ചെടിയുടെ കമ്പാണോ നടുന്നത് ആ കളറിലുള്ള പൂക്കൾ നമുക്ക് തിരികെ നൽകുന്നുണ്ടല്ലേ. രംഗ് നിറമാണ്, മാങ്കു എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു എന്നാണ്. കവിക്ക് ഡൗട്ട്, ഏ സാരേ രംഗ്, ഈ മുഴുവൻ നിറവും, ക്യാ എന്താ, ഉസ്നെ ഭൂമി നീച്ചെ ചുപ്പാരക്കേ ഹേ മിട്ടിമേ, അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ ഈ മണ്ണിൽ? മിട്ടി മണ്ണ്, ചുപ്പാരക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിപ്പിച്ചു വെക്കുക. അപ്പോൾ കവി ചോദിക്കാം മണ്ണിൻ്റെ അടിയിൽ ഈ കളറൊക്കെ ഒളിപ്പിച്ചു വെച്ചത് കൊണ്ടാണോ? ചുവപ്പ്, മഞ്ഞ, റോസ്, പല നിറത്തിലുള്ള പൂക്കളൊക്കെ ഭൂമിയിൽ ഉണ്ടാവുന്നുണ്ട്. ഈ കളറുകളൊക്കെ ഭൂമി എന്താ മണ്ണിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് കവി ചോദിക്കുകയാണ്. അപ്പം ഇങ്ങനൊരു ഡൗട്ട് തോന്നിയപ്പോൾ ബഹുത്ത് ഗോദ എന്ന് പറഞ്ഞാൽ കുഴിച്ചു, ഞാൻ ഒരുപാട് കുഴിച്ചു നോക്കി മണ്ണിലേക്ക്. മഗർ എന്നാൽ കുച്ച് ബി നഹി നികല, എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല.
മണ്ണ് കളിച്ച് നോക്കിയിട്ട് അവിടെ കളറുകളൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ കവി പറയാ ജമീൻകോ മണ്ണിന് ജാദു ആത്താ ഹേ മാജിക് ഉണ്ട്. അപ്പോൾ കവിക്ക് മനസ്സിലായി മണ്ണിന് എന്തോ മാജിക് ഉണ്ട് എന്ന്. നെക്സ്റ്റ് ജമീൻകോ ജാദു ആത്താ ഹേ മണ്ണിന് മാജിക് ഉണ്ട്. ബഡേ കർത്തബ് ദിഖാത്തി ഹേ വലിയൊരു കർത്തവ്യമാണ് അത് നമുക്ക് കാണിച്ചു തരുന്നത്. കർത്തബ് എന്ന് പറഞ്ഞാൽ കർത്തവ്യം. വലിയൊരു കർത്തവ്യമാണ് ഇവിടെ മണ്ണ് നിർവഹിക്കുന്നത്. ഏ ലംബേ ലംബേ ഊഞ്ചി താടുക്കേ ജബ് പേട് ഉങ്കലി പർ ഉടാത്തി ഹേ. ആ കവി പറയാ ഏ ലംബേ ലംബേ നീളമുള്ള ഉയരത്തിലുള്ള ഊഞ്ച എന്ന് പറഞ്ഞാൽ ഉയരത്തിലുള്ള താട് പനയില്ലേ പനവൃക്ഷം, ആ പനയെ അതിൻ്റെ ജബ് പേട് എപ്പോഴാണോ ഈ പന എന്ന മരത്തെ നീളമുള്ള മരത്തെ ഭൂമി എന്ത് ചെയ്യുന്നത് ഉങ്കലീപ്പർ ഉടാത്തി ഹേ തൻ്റെ വിരലിൽ ഉയർത്തി നിർത്തുന്നത്. കാരണം അത്രയും ഹൈറ്റിലുള്ള ആ മരമൊക്കെ മണ്ണിൽ ഇളകാതെ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അത് മണ്ണിൻ്റെ മാജിക്കല്ലേ, ആ മണ്ണിൻ്റെ വിരലിലല്ലേ അതിനെ പിടിച്ച് നിർത്തിയേക്കുന്നത് എന്ന്. കുറച്ച് വേരുകളിലല്ലേ ആ മരം ഇങ്ങനെ ഭൂമിയിൽ നിൽക്കുന്നത്. അപ്പോൾ കവി പറയാണ് ഉങ്കലി എന്ന് പറഞ്ഞാൽ വിരൽ, താട് എന്ന് പറഞ്ഞാൽ പന. തോ ഗിർനെ ബി നഹിന്തെത്തി. അപ്പോൾ ആ വിരലിൽ ഉയർത്തി നിർത്തുമ്പോഴും ഗിർനെ ബി നഹിതത്തെ ഒരിക്കലും അത് വീഴുന്നില്ല അല്ലേ. അപ്പോൾ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത് മണ്ണിൻ്റെ മാജിക് കൊണ്ടാണല്ലോ. ഹവായേം ഗൂബ് ഹിലാത്തി കാറ്റ് നന്നായി വീശുന്നുണ്ട്. ജമീൻ ഹിൽനെ നഹിന്തെത്തി മണ്ണ് എന്ത് ചെയ്യുന്നില്ല ഇളകുന്നില്ല. ഹവ കാറ്റ്, ഹിലാന ഇളകുക. കാറ്റ് നല്ല വീശി അടിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ഈ മണ്ണിൽ നിന്ന് ഈ പനയുടെ മരം എന്ത് ചെയ്യുന്നില്ല ഇളകി പറഞ്ഞു പോകുന്നില്ല. അതും മണ്ണിൻ്റെ മാജിക് ആണെന്ന് കവി പറയുന്നു. പിന്നെ പറയാണ് മേരെ ഹാത്തോ സെ ഷർബത്ത് ദൂത് പാനി കുച്ച് ഗിരേ സബ് ഡീക്ക് ജാത്തി ഹേ. ഇവിടെ ടീക്കല്ല ഡീക്കാണ് കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഇവിടെ ടീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഠായ് ആണെങ്കിൽ അത് ശരി എന്നുള്ള അർത്ഥമാണ്. ഇവിടെ വേറെ വാക്കാണ്. മേരെ ഹാത്തോസെ എൻ്റെ കയ്യിൽ നിന്നും സർബത്തും ദൂത് പാലും പാനി വെള്ളവും ഇതൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് താഴെ വീണ് പോകാറുണ്ട് അല്ലേ. കുച്ച് ഗിരെ കുറച്ചൊക്കെ താഴെ പോകാറുണ്ട്. ഗിർന വീഴുക. സബി ഡീക്ക് ജാത്തിഹെ അത് വീഴേണ്ട താമസം. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട് ഡീക്ക് ജാത്തിഹെ ഒക്കെ വലിച്ചെടുക്കുന്നു. ഡീക്ക് ജാന വലിച്ചെടുക്കുക. അപ്പോൾ അത് മണ്ണിൻ്റെ മാജിക്കായിട്ട് കവി പറയുന്നു. ഏ കിത്തനാ പാനി പീത്തിഹെ എത്ര വെള്ളമൊക്കെ മറിഞ്ഞു പോകുന്നുണ്ട് ഭൂമിയിൽ, അതൊക്കെ ആര് കുടിച്ചു തീർക്കുകയാണ് ഭൂമിയാണല്ലേ. ഏ കിത്തനാ പാനി പീത്തിഹെ എത്ര വെള്ളമാണ് ഇത് കുടിക്കുന്നത്. പീത്തി എന്ന് പറഞ്ഞാൽ കുടിക്കുക, പീന എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കിത്തന എത്ര, പാനി പീത്തി ഹേ വെള്ളമാണ് കുടിക്കുന്നത്. ഗടക്ക് ജാത്തി ഹേ ജിത്തനാദോ. ഗടക്ക് ജാത്തി ഹേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കുന്നുണ്ട്. ജിത്തനാദോ എത്രത്തോളമാണോ മണ്ണിനെ അതാക്കുന്നത് അത്രത്തോളം അത് ഗടക്ക് ജാത്തിക്ക് ആഗിരണം ചെയ്യുന്നു എന്നർത്ഥമാണ് കേട്ടോ. അത്രത്തോളം ആ വെള്ളം എത്രത്തോളം ഭൂമിക്ക് വേണോ അത് വലിച്ചെടുക്കുന്നു എന്ന്, അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്നു എന്ന്. ഇസേ ലോട്ടേസേ ദോ യാ ബാൾട്ടീസേ. ഒരു പക്ഷേ ഈ വെള്ളം ലോട്ടെ ഒരു മൊന്ത അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നിന്നോ, ദോ യാ ബാൾട്ടീസെ അല്ലെങ്കിൽ ബക്കറ്റിലൂടെയോ, യാ നൽ അല്ലെങ്കിൽ ടാപ്പ്, ദിൻ ഭർ ഗുലാരഹിതോ പൈപ്പ് ദിവസം മുഴുവൻ തുറന്നു വെച്ചാലും, അല്ലെങ്കിൽ മൊന്തയിൽ നമ്മൾ വെള്ളം എടുത്ത് താഴെ ഒഴിച്ചാലും, ബക്കറ്റിലെടുത്തിട്ട് വെള്ളം ഒഴിച്ചാലും, ഈ പൈപ്പ് മുഴുവൻ തുറന്നു വെച്ചാലും, ഗജബ് ഹേ വിചിത്രമാണ്. പേട്ട് ഭർത്താ ഹി നഹി മിസ്ക ഇതിൻ്റെ വയറ് നിറയുന്നില്ല എന്ന്. പേട്ട് വയറ്, ഭർണ നിറയുക. അപ്പോൾ ഭൂമിക്ക് വയറ് നിറയുന്നില്ല. വിചിത്രമായൊരു കാര്യം തന്നെ. ഗജബ് എന്ന് പറഞ്ഞാൽ വിചിത്രം. സുനാഹേ ഞാൻ കേട്ടിട്ടുണ്ട്. യഹ് നദീക്കോ ബി ചുബാലെത്തി ഹേ അന്തർ. ഈ ഭൂമി നദിയെ പോലും ചുപ്പാലെത്തി ഹേ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അന്തർ അകത്ത്. അപ്പം ഈ ഭൂമിക്കുള്ളിൽ തന്നെ ഒരു നദിയെ പോലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജമീക്കോ ജാദു ആത്താ ഹേ ഭൂമിക്ക് മായാജാലം ഉണ്ട്, അല്ലെങ്കിൽ ഭൂമിക്ക് മായാജാലം അറിയാം എന്നിവിടെ കവി പറയുന്നു. ജമീൻ കെ നീച്ചെ ക്യാ ചീനിക്ക് ഗാനെ ഹേ. എന്നിട്ട് കവി ചോദിക്കുക ജമീൻ കെ നീച്ചെ ഈ മണ്ണിന് ചുവട്ടില് ക്യാ എന്താ ചീനിക്ക് ഗാനെ ഹേ. പഞ്ചസാരയുടെ ഖനികളുണ്ടോ. ചീനി പഞ്ചസാര, ഖാന എന്ന് പറഞ്ഞാൽ ഇവിടെ ഖനി എന്നാണ്. പഞ്ചസാര ഫാക്ടറി അല്ലെങ്കിൽ പഞ്ചസാരയുടെ ഖനികൾ ഭൂമിക്ക് അടിയിലുണ്ടോ. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം. അതേപോലെ ചോദിക്കുകയാണ് ഘടായിക്ക് ചട്ടാനെ പുളിയുള്ള പാറകളുണ്ടോ. ഘടായി എന്ന് പറഞ്ഞാൽ പുളിരസം, പുളിരസമുള്ള ചട്ടാൻ പാറകളും ഈ ഭൂമിക്ക് അടിയിലുണ്ടോ ചോദിക്കാൻ കാരണം ഇതാണ്. നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. പുളിയുള്ളതുണ്ട്, മധുരമുള്ളതുണ്ട്, ചവർപ്പുള്ളതുണ്ട്. ഇതൊക്കെ ഈ ഭൂമിയുടെ മാജിക്കല്ലേ എന്നാണ് കവി പറയുന്നത്. നോക്കിക്കേ ഫലോമേ പഴങ്ങളിൽ മീഠ കൈസേ ഡാൽത്തി ഹേ യേ ജമീൻ മധുരം എങ്ങനെയാണ് ഈ ഭൂമി ഈ പഴങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത്. ലാത്തി കഹാസെ ഹേ എവിടെ നിന്നാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് ഭൂമി. മീഠ എന്ന് പറഞ്ഞാൽ മധുരം, ഫൽ എന്ന് പറഞ്ഞാൽ പഴങ്ങൾ.
എന്നിട്ട് ചോദിക്കുക അനാറവും മാതള നാരങ്ങയിൽ ബൈരവും ഈത്തപ്പഴം ഔർ ആമോമേ മാങ്ങയിലും സേബോമേ ആപ്പിളിലും സബീ മീട്ടോ മേ ബി മീട്ടെ അലഗ് ഹേ എല്ലാത്തിലും മധുരമുണ്ട്. പക്ഷേ മീട്ടെ അലഗ് ഹേ വ്യത്യസ്തമായ മധുരങ്ങളാണ് അല്ലേ. നമ്മുടെ മാങ്ങയ്ക്ക് വേറൊരു ടേസ്റ്റ്, ആപ്പിളിന് വേറൊരു ടേസ്റ്റ്, പേരയ്ക്കയ്ക്ക് വേറൊരു ടേസ്റ്റ്, അതുപോലെ തന്നെ ഈത്തപ്പഴത്തിന് വേറെ, അനാറിന് വേറെ, അങ്ങനെ മധുരമുണ്ടെങ്കിലും വ്യത്യസ്തമായ മധുരങ്ങളാണ് ഈ പഴങ്ങൾക്കൊക്കെ ഉള്ളത്. കി എന്തെന്നാൽ പത്തേ ഗാവോ. ഇനി നമ്മൾ ഇവയുടെയൊക്കെ ഇലകൾ ഭക്ഷിക്കുക എന്ന് വിചാരിക്കുക. തോ ഫീക്കേ ഹേ അതിന് പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല, അതിനൊരു ചവർപ്പാണ് അല്ലേ, ഫീക്കയാണ്, രുചിയൊന്നുമില്ല. അവർ ഫൽ മീട്ടേ ലഗത്തെ ഹേ എന്നാൽ അവയുടെ പഴങ്ങളൊക്കെ നല്ല മധുരമായിട്ടും തോന്നുന്നു. മൗസംബി മീട്ടി ഹേ എന്നാൽ മൗസംബി മധുരമുള്ളതാണ്. തേ എങ്കിൽ നീമ്പു ഘട്ടാ ഹേ നാരങ്ങയ്ക്ക് പുളിയാണ്, ഘട്ട പുളി, മീട്ടി മധുരം. മൂസമ്പിക്ക് മധുരമാണ്, എന്നാൽ അതേ ഷേപ്പിൽ തന്നെ ഉള്ള ആളാണ് ആര്, നാരങ്ങയും. നാരങ്ങയ്ക്ക് എന്താണ്, പുളിയാണ്. യക്കീനൻ ജാദു ആത്താഹേ തീർച്ചയായും, യക്കീനൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ജാദു ആത്താഹേ മണ്ണിന് മാജിക് ഉണ്ട്. വഗർ ഇന്ന ബാൻസ് ഫീക്ക എന്നാൽ ബാൻസ് മുളയില്ലേ, ഇല്ലി ബാമ്പുവിന് ഫീക്ക പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല. ബാമ്പു നമ്മൾ പിന്നെ ഒടിച്ചിട്ട് കടിച്ചു നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല. സത്ത് അത് ഭയങ്കര എന്താണ്, ഉറപ്പുള്ളതാണ്, സത്ത് ദൃഢമായിട്ടുള്ളതാണ്. എന്നാൽ ഗന്നോമേ രസിക്കോഹേ എന്നാൽ ഈ കരിമ്പിൽ എവിടെ നിന്നാണ് ഈ നല്ല മധുരം വന്നിട്ടുള്ളത്? കാരണം എന്താണ്, നമുക്ക് കാണുമ്പോൾ ഷേപ്പിൽ ഒരുപോലെയാണ് കരിമ്പും അതുപോലെ തന്നെ മുളയും ഉള്ളത്, ബാമ്പു ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെയാണെങ്കിലും ബാമ്പുവിന് പ്രത്യേകിച്ച് രുചിയൊന്നുമില്ല. എന്നാൽ ഈ കരിമ്പിന് എവിടെ നിന്നാണ് ഇത്രത്തോളം മധുരം വന്നത്? തീർച്ചയായും മണ്ണിന് മാജിക് ഉണ്ട് എന്ന് നമ്മുടെ ഗുൽസാർ ഇവിടെ പറയുകയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് നമ്മൾ തുടർ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് മറ്റ് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിലേ തുടർന്നുള്ള ഓരോ വീഡിയോയിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ട് അതുപോലെ തുടർന്ന് അടുത്ത വാർഷിക പരീക്ഷയിലേക്ക് ആസ്പദമാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.